ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വർത്താനം? അപ്പോൾ ഇന്ന് നവംബർ 9 നമ്മുടെ അളുവിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. എല്ലാവരും ഒരു 5 മണി 5:30 ആയ ടൈമിൽ തന്നെ നീച്ചു. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ അക്കുച്ചനും ജോലി ഇതൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി ഫ്രഷായി. എന്നിട്ട് ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. തങ്കു ഞാൻ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ നോക്കിയിരിക്കേണ്ടായിരുന്നു എൻ്റെ തൊട്ടടുത്ത് തന്നെ. പുറത്ത് ഞാൻ വന്ന് നോക്കിയപ്പോൾ നല്ല മഞ്ഞും നല്ല കോടയൊക്കെ, നല്ല അടിപൊളിയായിരുന്നു ക്ലൈമറ്റ്. അളുവിന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും അക്കുച്ചേച്ചി അളുവും കൂടിയാണ് പോയത്. നമ്മൾ പോണത് വിവാഹ് ബ്രൈഡൽ ഹബ്ബിക്കാണ്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ പോണത് നോക്കിയിട്ട് കുഞ്ഞാറ്റിയും തങ്കും നിൽക്കുന്നുണ്ടായിരുന്നു. വേഗം വരാൻ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ. മൊത്തത്തിൽ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയൊന്നും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മുടെ ഇവിടെ. അളുവിന് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷീറ്റ് മാസ്ക് ഇട്ട് 10 മിനിറ്റ് അവിടെ ഇരുത്തി. ആ ഒരു ടൈമിൽ എൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അക്കുചേച്ചി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒരുക്കി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് വേണം അക്കുചേച്ചിക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. എങ്ങനെയൊക്കെ ഒരുങ്ങണം എന്നൊക്കെ ഒരു ഐഡിയ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മൾ അക്കുചേച്ചിനെ വിളിച്ചു കൊണ്ടുവന്നതാണ്. പാണ്ടിക്കാടിക്ക് എത്തണ്ട അവിടുന്ന് പോകുമ്പോൾ. കണ്ണ് എല്ലാം തുറന്നിരുന്നേ. ഇന്ത്യ കൈൻ്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അടക്കരുത് അടക്കരുത് തുറന്നേക്ക് അടക്കരുത്. ഏ കണ്ണ് നോക്കി കുറിച്ച് അവിടെ വെക്കാൻ സമ്മതിക്കണ്ടേ? അടക്കരുത്, അത് വന്നായിരുന്നു അങ്ങോട്ട് കൈ കൈ താല്പര്യമില്ല. അപ്പൊ പിന്നെ നമ്മള് ഇങ്ങനത്തെ എല്ലാ പരിപാടികളും 3 കൊല്ലം ഇങ്ങനെ കാണിക്കോ? ഞാൻ മേമല്ലേ മേമയല്ലേ ആവുക എൻ്റെ കുട്ടീൻ്റെ. അവിടെ കുഞ്ഞു ഷനീന്റെ പോലെ ഇരിക്കും. എന്നെ കുഞ്ഞമ്മന്നൊന്നും എനിക്ക് ഇഷ്ടമായിരുന്നു. അവര് പുതിയ ഇത് തുടങ്ങി. അപ്പൊ അതറിയേണ്ട ഒരു അത് ഫോട്ടോ എടുക്ക. പിന്നെ കായ വന്നു പിന്നെ നല്ല ടീമാർക്കല്ലേ ചൂടിടും. കോമഡിയാണ്. ക്ലിയർ ഉണ്ട് ഫോണ്. അയ്യോ ഇതൊക്കെ വെക്കണ്ടേ ഇനി? ഏതാണ് ഓപ്പണോ? അതെ, സ്റ്റോറി ഇടുമ്പോഴേ. പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ ഫോട്ടോ ഉണ്ടാവില്ലേ? അതെ, സൂചി നൂലോടാണ്. അയ്യോ ഇവിടെ റെക്കോർഡാണോ? പറയണ്ടേ സൈഡിലൊക്കെ ഒന്നും ഇരിക്കില്ലേ? ഒന്നും കൂടെ പോയി പോയിരുന്നു. ഞാൻ ചുട്ടിയും കൂടി വെക്കാനുണ്ടായിരുന്നു. അതെ, വീഡിയോ എടുക്കാല്ലേ? വീഡിയോ എടുക്കാൻ വീഡിയോ എടുത്ത് നോക്കിക്കാതെ. ഇതാണ് റമോ താത്തയാണ് നമുക്ക് ബ്ലഷ് ഇട്ട് തന്നത്, ലിപ്സ്റ്റിക് ഇട്ട് തന്നത്, ഹെയർ സ്റ്റൈല് ചെയ്ത് തന്ന താത്തയാണ്. അപ്പൊ അളുവിൻ്റെത് സെറ്റ് ആയിട്ടുണ്ട്. സെറ്റ് ചെയ്ത കേരട്ടെ. യൂട്യൂബ് ചാനൽ വരും എന്റെ. ഹായ്, ഇഷ്ടല്ലേ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നമ്മുടെ അജീഷേട്ടനും ഫാമിലിയും വന്നു. അതാ നമ്മുടെ കാറിൻ്റെ അവിടെ വൈറ്റ് ഷർട്ട് ഇട്ട് നിൽക്കുന്ന ഏട്ടനാണ് നമ്മുടെ അജീഷേട്ടൻ.
കുട്ടീന്റെ വലിയ അമ്മായിന്റെ ഈ വീഡിയോ എന്റെ ചെറിയ കൊണ്ടൂട്ടിയാണ്. ഇത് വലിയ ചേച്ചി മഞ്ചേരി തുറക്കലാണ്. ആ ഇരിക്കുന്ന വലിയ അമ്മായിന്റെ അമ്മാന്റെ വലിയ അമ്മായിയാണ്. പിന്നെ അത് അപ്പുറത്ത് ചെറിയ അമ്മായിയാണ്, ഒരു പിള്ളേരെയാണ്. കുട്ടിയുടെ അച്ഛനാണ് കൊണ്ടാണ് കുട്ടിയുടെ അച്ഛൻ. പിന്നെ ഇത് അത് അമ്മ അതെ ചെറിയ മകൾ അളിയനാണ്. ഒക്കെ എല്ലാവരും നമ്മൾ വേണ്ടപ്പെട്ടവരാണ്. എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. അല്ല ഉണ്ണിയേട്ടാ ഒക്കെ വേണ്ടപ്പെട്ടവരാണ്. ഇനിയിപ്പോ എന്താ കാര്യത്തിൽ വല്യമ്മയും വന്നല്ലോ. ഹായ് ഹായ്. ഉണ്ണി അല്ല വ്ലോഗില് കാണാനൊക്കെ ഒരു ഫോട്ടോ കുഞ്ഞാ
അല്ല ഫ്രണ്ടും ആ ആയിക്കോട്ടെ ശരി. അപ്പൊ ഞങ്ങള് വണ്ടിയെടുത്ത് അല്ല ഞാൻ അത്ര മുടിയാണെന്ന് ഉണ്ണിട്ടാ ഇതാ മറ്റേ ചേച്ചീന്റെ ഫോട്ടോ എടുക്കാൻ കേട്ടില്ലേ എനിക്ക് മടി പറഞ്ഞു ആയിക്കോട്ടെ ആയിക്കോട്ടെ യൂട്ടെടുക്ക അവര് മോൻ അപ്പോൾ നമ്മളെ വീഡിയോ ആൻഡ് ഫോട്ടോഷൂട്ടിലാണ് അളിയന്മാരാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആള് ഒരു ഹായ് പറഞ്ഞ എൻ്റെ മുടി ഇവിടെ കിടന്നിട്ടേ ഇതടക്കി ശരി കൊടുക്കണം ജിജു. അല്ല ഞാൻ വീഡിയോ എടുക്കുമ്പോ ഞാൻ അവിടെ ഉണ്ടാവും. ഇതാണ് അച്ചേട്ടൻ ഗൈസ്. അച്ചേട്ടൻ ഒരു ഗെയിമറാണ്, യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ചാനലിന്റെ പേര് പറഞ്ഞോടിക്ക്. അവിടെ പോയി പിക്കാച്ചു പൂക്കിയാണല്ലേ മെയിൻ. ഇതാണ് അപ്പോട്ടെ. ഹലോ അപ്പോട്ടെ ഹായ്. നമ്മൾ കുറച്ചു നേരം ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ വെയിലത്ത് നിന്ന് ഫോട്ടോ എടുത്ത് ക്ഷീണിച്ചിട്ട് ഞങ്ങൾ പോയിട്ട് ജ്യൂസൊക്കെ കുടിച്ചു. PVC പൈപ്പിന്റെ ഒരു കഷ്ണം ഓ ഗില്ല ഫോട്ടോ എടുക്കാറോ ഇവ ബാഗിൽ നിന്ന് ഇങ്ങനെ തിരയാ PVC. അപ്പൊ ഓൻ എന്താ വെച്ചാ ഓൻ പ്ലംബിങ്ങിന് വല്ലോ ഇടയ്ക്ക് ഒരു സൈഡ് എന്തൊരു മെനല്ല, ഒരു സൈഡ് എങ്ങനെ നോക്കിട്ട് മെനല്ല, മറ്റേ സൈഡ് ഓക്കെ. ഒരു സൈഡ് വെയിലത്തിക്കടെ വെച്ചേക്കാ. ആ സൈഡ് എങ്ങനെ കൂടി കളറാണ് മാച്ച് ആവണില്ല. ആ ആ അതെ സിംഗിൾ ഓർഡർ ഉണ്ട്. ഗോകുലെ ഒന്ന് പക്വതയോടെ സംസാരിക്കാം. ഒന്നില്ലെങ്കിൽ ഒരു കല്യാണം ഉറപ്പിച്ച ആളോടെ സംസാരിക്കണേ. അതേപോലെയല്ല നീ ഒന്ന് സംസാരിക്കുമ്പോ ഒന്ന് മാന്യതയോടെ സംസാരിക്കും ഗോകുൽ. ഇല്ല മോനെ ഒന്ന് സംസാരിക്കുമ്പോ ഒന്ന് പക്വത. ഒന്നില്ലെങ്കിൽ നിന്റെ കല്യാണം അല്ലടാ അടുത്ത മാസം. ഒന്ന് പക്വതയോടെ സംസാരിക്കുക കേട്ടോ. ഒന്നും ആലോചിക്കണം. ഓ എഡിറ്റിങ്ങിലാണ് ഇത് മുടങ്ങി വയ്ക്കില്ലേ. കണ്ണൂർ സ്കോഡ് അങ്ങോട്ട് വരണ വെച്ചിരിക്കുന്നു. ആ സ്കോഡിന്റെ ഇത് എഡിറ്റിങ്ങിലാണ്. അതിന് ഫോട്ടോ എടുക്കപ്പ ഇറങ്ങിയിട്ടുള്ളൂ. ആ സിംഗിൾ അടിക്കാം. ആലോചിക്കണം പറഞ്ഞു. ഒക്കെ കേക്കണ്ട്. ഓളെ ഡ്രീം കം ട്രൂ ആണല്ലോ. ഇന്നെ സംബന്ധിച്ച എന്താ വെച്ചാ എന്റെ ഡ്രീം ഇതിൽ വലുതല്ലോ. സോ ബിക്കോസ് ഞാൻ എടാ ഇന്നെ സംബന്ധിച്ച് എനക്കറിയാം മാന്യൻ, പക്ക മാന്യൻ കാര്യങ്ങളൊക്കെ. എവിടെടാ ധൈര്യം പറയണ സാധനം വേണ്ടേ. എവിടെ ഒരടിയില്ല. അപ്പോൾ ഗൈസ് അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വ്ളോഗ്. കാരണം നമ്മുടെ ഫോണിൽ ചാർജ് കഴിഞ്ഞു. അപ്പോൾ അടുത്ത ഒരു വ്ളോഗിൽ കാണാം. അതുവരെയ്ക്കും ടാറ്റാ ബൈ ബൈ, സീ യു.